നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ലോക ചാമ്പ്യന്മാരെ വരവേറ്റു മുംബൈ. ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആവേശോജ്വല സ്വീകരണം. നഗരവീഥികളിലൂടെ താരങ്ങളുടെ റോഡ് ഷോ. കണ്ണൂരിൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെ KSU അതിക്രമം. മട്ടന്നൂർ PRNSS കോളേജ് പ്രിൻസിപ്പലിന് നേരെ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണന്റെ അതിക്രമം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന്. കോൺഗ്രസിൽ കൂടോത്ര വിവാദം. സുധാകരന്റെ വീടിന് സമീപം കൂടോത്ര അവശിഷ്ടങ്ങൾ. സുധാകരന്റെ സാന്നിധ്യത്തിൽ തകിടുകൾ കുഴിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൂടോത്രത്തിൽ ഉയരുപോകാതിരുന്നത് ഭാഗ്യമെന്ന് സുധാകരൻ. കൂടുതൽ കാര്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കണമെന്നും സുധാകരൻ. ഇല്ലാത്ത വാർത്ത നൽകുന്ന മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. EP ജയരാജൻ സംസാരിക്കാത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്ക് നാണമില്ലേ എന്ന് മുഖ്യമന്ത്രി. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI എന്ന് മുഖ്യമന്ത്രി. 35 SFIക്കാരാണ് വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നും KSUവിന് ഇങ്ങനെയൊരു സാഹചര്യം പറയാനുണ്ടോ എന്നും മുഖ്യമന്ത്രി. AKG സെന്റർ ആക്രമണ കേസിൽ കുറ്റപത്രം അംഗീകരിച്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ജൂലൈ 13 ഹാജരാക്കാൻ പ്രതികൾക്ക് സമൻസ്. പ്രതികൾക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് VD സതീശന്റെ ന്യായീകരണം. മാന്നാറിൽ നടന്നത് ദൃശ്യം മോഡൽ കൊലപാതകമെന്ന് സൂചന. കൂട്ടുപ്രതികൾ അറിയാതെ അനിൽകുമാർ മൃതദേഹം മാറ്റിയെന്ന് സംശയം. മൃതദേഹം സെപ്റ്റി ടാങ്കിൽ നിന്നും മാറ്റിയെന്നും വിവരം. അനിൽകുമാറിന്റെ കുടുംബത്തിനും കൊലപാതകത്തിൽ പങ്കെന്ന് കലയുടെ സഹോദരൻ. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം. കേരളത്തിൽ രാജ്ഭവനിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസിലേക്കും SFIയുടെ പ്രതിഷേധ മാർച്ച്. പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം. തിരുവനന്തപുരം വെള്ളനാടാണ് സംഭവം. വാളിയറ മഠം സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 2.5 പവന്റെ മാലയും 1 പവന്റെ വളയും ക്യാമറയും ബ്ലൂടൂത്ത് സ്പീക്കറുമാണ് കവർന്നത്. അട്ടപ്പാടിയിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. 81 തടങ്ങളിൽ നിന്നായി 604 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. അഗളി മേഖലയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മാരക രാസലഹരിയുമായി അങ്കമാലിയിൽ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. 133 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. കലൂർ സ്വദേശി സഹൽ കരീമാണ് എക്സൈസിന്റെ പിടിയിലായത്. അമ്മായിയെ കൊലപ്പെടുത്തിയ ശേഷം മരുമകൻ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചു. തിരുവനന്തപുരം വണ്ടിത്തടത്താണ് സംഭവം. പാൽക്കുളങ്ങര സ്വദേശി സാബുലാൽ, ശ്യാമള എന്നിവരാണ് മരിച്ചത്. സാബുലാലിന്റെ മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്ത് പോലീസ്. മലപ്പുറം കൊണ്ടോട്ടി സബ് രജിസ്ട്രാർ കൈക്കൂലിയുമായി പിടിയിൽ. സബ് രജിസ്ട്രാർ സനിൽ ജോസ് ആണ് വിജിലൻസ് പിടിയിലായത്. കൈക്കൂലി വാങ്ങിയ 40,000 രൂപ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ട്രയൽ റൺ 12-ന്. കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തെത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും.
ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ യാക്കോബായ സഭ നീതി നിഷേധിക്കപ്പെട്ട വിഭാഗമെന്ന് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് ഗ്രിഗോറിയസ്. വിഷയത്തിൽ പരിഹാരം കാണാൻ നിയമനിർമ്മാണം മാത്രമാണ് വഴിയെന്നും ജോസഫ് ഗ്രിഗോറിയസ്. തിരുവനന്തപുരം KCAയിൽ ക്രിക്കറ്റ് കോച്ചിന്റെ പീഡനം. ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരെയാണ് പരാതി. പരിശീലനത്തിനെത്തിയ നിരവധി പെൺകുട്ടികളെ കോച്ച് പീഡിപ്പിച്ചുവെന്നും പരാതി. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ പീഡനക്കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച് പരാതിക്കാരി. ഗവർണറുടെ ഭരണഘടനാ പരിരക്ഷ അന്വേഷണത്തെ ബാധിക്കുന്നുവെന്ന് പരാതിക്കാരി. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. സരൺ ജില്ലയെ സിവാൻ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത്. സംസ്ഥാനത്ത് 16 ദിവസത്തിനിടെ തകരുന്നത് 10ാമത്തെ പാലം. എറണാകുളം കോട്ടപ്പടിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു. കോട്ടപ്പടി ഉപ്പുകണ്ടത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് സംഭവം. ടവർ ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് കൊമ്പനാന ചരിഞ്ഞത്. മുതലപ്പുഴയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ച പരാജയം. കോൺഗ്രസ് പ്രതിനിധികളെ ചർച്ചയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പ്രതിഷേധം. ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ മന്ത്രി ജോർജ് കുര്യന്റെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. കോതമംഗലത്ത് ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ച് കോതമംഗലം ഫയർഫോഴ്സ് യൂണിറ്റ്. 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ട വൈദ്യുതി പുനഃസ്ഥാപിച്ചു. കൊച്ചി മുളന്തുരുത്തിയിൽ മദ്യപിച്ചു വാഹനം ഓടിച്ചയാളുടെ കാർ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ടത് മുളന്തുരുത്തി സ്വദേശി തമ്പി ഓടിച്ച വാഹനം. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഗുരുതരമായി പരിക്കേറ്റ തമ്പി ആശുപത്രിയിൽ ചികിത്സയിൽ. നിരന്തര കുറ്റവാളിയെ കാപ്പ ചുമത്തി നാടുകടത്തി. എറണാകുളം വേങ്ങൂർ സ്വദേശി ബിനുവിനെയാണ് 1 വർഷത്തേക്ക് നാടുകടത്തിയത്. എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയാണ് ഉത്തരവിട്ടത്. ആലുവ റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. യശ്വന്ത്പുരം മലയാളി കൂട്ടായ്മയായി കേളി ബാംഗ്ലൂർ എന്ന പേരിൽ സംഘടന രൂപീകൃതമായി. സംഘടനാ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ലോക കേരള സഭാംഗം ശശിധരൻ, KKTF സെക്രട്ടറി ആചാരി, ജാഷിർ പൊന്നിയും, ഷിബു പുന്നന്നൂർ, സജിത് 4 മൈൽ എന്നിവർ സംസാരിച്ചു. ബസേലിയസ് കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപനമായത് 1 വർഷക്കാലം നീണ്ടുനിന്ന വിവിധ പ്രവർത്തനങ്ങൾക്കും ആഘോഷങ്ങൾക്കും. സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ വീണ്ടും വൻ ലഹരിവേട്ട. 148.05 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ 2 പേർ പിടിയിൽ. താമരശ്ശേരി സ്വദേശി ഹബീബ് റഹ്മാൻ, മലപ്പുറം സ്വദേശി P ദിബിൻ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി ആരംഭിച്ചു. ഓണത്തിന് 1 മുറം പൂവ് എന്ന ലക്ഷ്യവുമായിട്ടാണ് കൃഷി ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചുറ്റിലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 15ഓളം വിദ്യാർത്ഥികൾക്കാണ് അസ്വാസ്ഥ്യമുണ്ടായത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ കൃഷിവകുപ്പ് സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയിൽ വൻ ജനത്തിരക്ക്. കാർഷികോൽപ്പന്നങ്ങളുടെ വലിയ നിരയാണ് ചന്തയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചന്ത വെള്ളിയാഴ്ച സമാപിക്കും. തൃശൂർ പാറളം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തോമസ് ലേഹിയുടെ പ്രേഷിത പ്രവർത്തനം വിവരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് പരിപാടി നടന്നത്. ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ENT പരിശോധനകൾക്കായി 25 ലക്ഷം രൂപയുടെ അത്യാധുനിക എൻഡോസ്കോപ്പ് മിഷൻ സ്ഥാപിച്ചു. അമേരിക്കൻ നിർമ്മിത മിഷനാണിത്. തൃശൂർ മുളങ്കുന്നത്തുകാവ് കിലയിലെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ വിരമിച്ചു. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായ കിലയ്ക്ക് ആധുനിക മുഖം സമ്മാനിച്ചാണ് പടിയിറക്കം. കില ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസ് പരിശോധന. റവന്യൂ വിഭാഗത്തിലാണ് പരിശോധന നടത്തിയത്. കടമുറി വാടകയുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകൻ KR വിവേക് നൽകിയ പരാതിയിലാണ് പരിശോധന. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കോഴിക്കോട് ലളിതകലാ അക്കാദമി ചുമർ ചിത്ര പ്രദർശനം ആരംഭിച്ചു. പഞ്ചവർണിക എന്ന പേരിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാർ നളന്ദ സ്വദേശിയാണ് മരണപ്പെട്ടത്. രാജസ്ഥാനിലെ കോട്ടയിലാണ് സംഭവം. മൃതദേഹത്തിനരികിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. സോറന്റെ പിതാവായ ഷിബു സോറൻ, അമ്മ രൂപി സോറൻ, ഭാര്യ കൽപ്പന സോറൻ എന്നിവർ രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 5 മാസത്തിന് ശേഷമാണ് ഹേമന്ത് സോറൻ ജയിലിൽ നിന്നും തിരിച്ചെത്തിയത്. വായു മലിനീകരണം കാരണം ഇന്ത്യയിൽ ഓരോ വർഷവും 33,000 പേർ മരിക്കുന്നതായി റിപ്പോർട്ട്. ലാൻഡ്സെറ്റ് പ്ലാനറ്ററി ഹെൽത്ത് റിപ്പോർട്ടിന്റേതാണ് കണക്കുകൾ. ഡൽഹിയിലാണ് മലിനീകരണം ഏറ്റവും രൂക്ഷമായിട്ടുള്ളതെന്നും വിവരം. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു അധികാരമേറ്റതിന് പിന്നാലെ YSRCP നേതാക്കൾക്കെതിരെ പ്രതികാര നടപടി. YSR കോൺഗ്രസ് നേതാവ് K നാഗലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൊളിച്ചു. സംഭവത്തിൽ TDP MLA K ശ്രീനിവാസ റാവുവിനെതിരെ കേസ്. പേനത്തലയിൽ തുളഞ്ഞു കയറി 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തെലങ്കാനയിൽ ഭദ്രാദ്രി കോതഗുണ്ടം ജില്ലയിലാണ് സംഭവം. UKG വിദ്യാർത്ഥിനി റിയാൻഷിയാണ് മരിച്ചത്. പേനയുടെ പകുതിയും തലയിലേക്ക് കയറിയെന്നും റിപ്പോർട്ട്. അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ ശരിവെച്ച് കൊല്ലപ്പെട്ട സൈനികന്റെ കുടുംബം. കൊല്ലപ്പെട്ട സൈനികന് നഷ്ടപരിഹാരമോ രക്തസാക്ഷി പദവിയോ നൽകിയില്ല. എന്നാൽ 1 കോടി നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗിന്റെ പൊള്ളയായ വാദം പുറത്ത്. ദില്ലി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യമായിരിക്കും മത്സരിക്കുകയെന്നും ജയറാം രമേശ്. തെക്കൻ ഗാസയിൽ ബോംബാക്രമണം കടുപ്പിച്ച ഇസ്രയേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുന്നു. ഖാൻ യൂനിസിന് സമീപം അൽഖരാര, ബാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്നും പലായനം തുടങ്ങി. വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്വന്തം ശമ്പളമായി അധിക തുക തട്ടിയെടുത്ത HR ജീവനക്കാരിക്ക് 18 മാസം തടവ്. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീപ് പെർസെഷൻസ് എന്ന കമ്പനിയിലാണ് സംഭവം. റിപ്പോർട്ടുകൾ അനുസരിച്ച് $1,48,000 തട്ടിപ്പാണ് നടന്നതെന്ന് വിവരങ്ങൾ.
ടെസ്ല കാറിലെ സ്ക്രീനിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയ ചൈനീസ് പെൺകുട്ടിക്ക് മറുപടിയുമായി സ്ഥാപകൻ ഇലോൺ മസ്ക്. എക്സിലായിരുന്നു പെൺകുട്ടി വീഡിയോ പങ്കുവച്ചത്. ഹിജ്റ പുതുവർഷം പ്രമാണിച്ച് UAE-യിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ഞായറാഴ്ച അവധി. UAE മാനവവിഭവ സ്വദേശിവത്കരണ മന്ത്രാലയം അധികൃതരാണ് അവധി പ്രഖ്യാപിച്ചത്. ലഭിക്കുക ശമ്പളത്തോടുകൂടിയ അവധി. ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രമോഷനുകളും ഓഫറുകളും നടത്താൻ മന്ത്രാലയത്തിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് വാണിജ്യ മന്ത്രാലയം. പ്രാദേശിക കച്ചവടം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി സഹകരിച്ചാണ് തീരുമാനം. UAE-യിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ റിപ്പോർട്ടേജ് പ്രോപ്പർട്ടീസ് കൂടുതൽ വിപുലീകരണത്തിലേക്ക്. കൂടുതൽ രാജ്യങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രായമായവരെ ആദരിക്കാനും തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കാനുമായി ദുബായ് ഇമിഗ്രേഷൻ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. നിങ്ങളുടെ സംതൃപ്തിയാണ് സ്വർഗം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി നടന്നത് സീനിയേഴ്സ് ഹാപ്പിനെസ് സെന്ററിൽ. AI തന്ത്രങ്ങളിൽ പരിശീലനം നൽകുന്നതിനായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. വർക്ക്ഷോപ്പ് നടന്നത് മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച്. ചികിത്സാ ഗവേഷണ രംഗങ്ങളിൽ ആഗോളതലത്തിലുള്ള മുന്നേറ്റത്തിനായി US-ൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ബുർജിൽ ഹോൾഡിംഗ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമിടുന്നത് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് പരിചരണം മെച്ചപ്പെടുത്തുക എന്നതാണ്. ബാഹുബലി, RRR ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരെ അമ്പരിപ്പിക്കാൻ SS രാജമൗലി. ചിത്രത്തിൽ മഹേഷ് ബാബുവിന്റെ വില്ലനായി പൃഥ്വിരാജ് സുകുമാരൻ തന്നെ എത്തുമെന്ന് റിപ്പോർട്ടുകൾ. ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചറാണ് ചിത്രമെന്നും റിപ്പോർട്ടുകൾ. മലയാളികളുടെ പ്രിയ താരം മഞ്ജു പിള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം വൈറലാകുന്നു. ഒരുമിച്ച് പ്രണയം, ജീവിതം എന്നീ അടിക്കുറിപ്പോടെ മകൾ ദയാ സുജിത്തിനൊപ്പമുള്ള ചിത്രമാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത്. നടി മോളി കണ്ണമാലിക്കും മകനുമെതിരെ നടൻ ബാല. താൻ സഹായിച്ചില്ലെന്ന ആരോപണത്തിനാണ് ബാല മറുപടി നൽകുന്നത്. മോളി കണ്ണമാലിയോട് താൻ ക്ഷമിച്ചെന്നും പക്ഷെ മകനോട് ക്ഷമിക്കാൻ സാധിക്കില്ലെന്നും താരം. പെയ്ഡ് സെക്രട്ടറി എന്ന് വിളിച്ചത് അമ്മ അംഗങ്ങൾ. അമ്മയിലെ അംഗങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില തിക്താനുഭവങ്ങളാണ് പദവി ഒഴിയുന്നതിലേക്ക് എത്തിച്ചതെന്ന് ഇടവേള ബാബു. മറ്റു ചിലർ ജോലിക്കാരനോടെന്ന പോലെ പെരുമാറിയെന്നും ഇടവേള ബാബു. പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമ വൻ ഹിറ്റിലേക്ക്. ആഗോളതലത്തിൽ പ്രഭാസിന്റെ കൽക്കി 600 കോടിയിലധികം നേടി. കേരളത്തിൽ നിന്ന് മാത്രം 16.07 കോടി കൽക്കി 2898 AD 6 ദിവസങ്ങൾ കൊണ്ടാണ് നേടിയത്. മലയാളം, തമിഴ് ഭാഷകളിലായി ഒരുപിടി ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ 2 സൂപ്പർ ഹിറ്റ് സംഗീത സംവിധായകർ ഒന്നിക്കുന്നു. ജോജു ജോർജ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പണി എന്ന ചിത്രത്തിലാണ് ഹിറ്റ് സംഗീത സംവിധായകരായ വിഷ്ണു വിജയ്, സാം CS എന്നിവർ ഒന്നിക്കുന്നത്. ടൊവിനോ തോമസിന്റെ നിർമ്മാണത്തിൽ പുതിയ ചിത്രം ഒരുങ്ങുന്നു. മരണമാസ് എന്ന ചിത്രം ശിവപ്രസാദാണ് സംവിധാനം ചെയ്യുന്നത്. ബേസിൽ ജോസഫാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ഏറ്റെടുക്കൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇന്ത്യൻ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ കൂ സേവനം അവസാനിപ്പിക്കുന്നു. കൂ ആപ്പ് അവതരിപ്പിച്ചത് എക്സിന് ബദലായി 2020-ലാണ്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമന്വയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓപ്പൺ എഐയുമായി കരാറിൽ ഒപ്പുവെച്ച് ആപ്പിൾ. ഓപ്പൺ എഐയുടെ ഡയറക്ടർ ബോർഡിൽ നിരീക്ഷക സ്ഥാനമായിരിക്കും ആപ്പിളിന്. ആദിത്യ L1 അതിന്റെ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കി. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ നിരീക്ഷണ പേടകമാണ് ആദിത്യ L1. ജനുവരി 6-നാണ് ആദിത്യ L1 ഭ്രമണം ആരംഭിച്ചത്. ഏപ്രിൽ ഇന്ത്യൻ വിപണിയിലെത്തിയ OnePlus Nord 4-ന് മികച്ച പ്രതികരണം. മാന്യമായ വിലയിൽ നൽകാൻ കഴിയുന്ന മികച്ച ഫീച്ചറുകൾ എന്നതാണ് OnePlus Nord സീരീസ് ഫോണുകളുടെ പ്രത്യേകത. ഷവോമിയുടെ വരാനിരിക്കുന്ന ഫോൾഡബിൾ ഫോണിന്റെ വിവരങ്ങൾ പുറത്ത്. ക്യാമറയുടെ ഗുണങ്ങളാണ് ഏറെ ശ്രദ്ധേയമെന്ന് കമ്പനി. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി 16 MB ഫ്രണ്ട് ക്യാമറ ഉണ്ടെന്നാണ് വിവരം. ഭാരതി എയർടെൽ പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് പ്ലാനുകളിലെ വിവിധ സെഗ്മെന്റുകൾ ഉടനീളം മൊബൈൽ താരിഫുകൾ പരിഷ്കരിച്ചു. ഇന്നലെ മുതൽ പുതുക്കിയ താരിഫുകൾ പ്രാബല്യത്തിലെത്തി. ആമസോൺ പ്രൈം ഡേ ഇന്ത്യയിൽ 8ാം വെർഷൻ അവതരിപ്പിക്കുന്നു. ജൂലൈ 20-21 തീയതികളിലായാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുക. പ്രൈം അംഗങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഡീലുകളും ലഭ്യമാകുമെന്ന് വിവരം. ചരിത്രം കുറിച്ച് ഹാർദിക് പാണ്ഡ്യ. T20 ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ ഹാർദിക് 1-മത്. ഹാർദിക് 1-ാം സ്ഥാനം പങ്കിടുന്നത് ശ്രീലങ്കയുടെ വനീന്ദു ഹംസരംഗിക്കൊപ്പം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.